ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് സവാള മെഴുക്കുരട്ടിയാണ്. ഉരുളക്കിഴങ്ങ് സവാള മെഴുക്കുരട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉരുളക്കിഴങ്ങല്ലേ കാണുന്നുള്ളൂ, സവാള അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലോ എന്ന്. ഉരുളക്കിഴങ്ങിലേക്ക് സവാളയൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു മെഴുക്കുരട്ടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെഴുക്കുരട്ടി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള സവാള ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ 1 മതി. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മെഴുക്കുരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ നൈസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലും വലിപ്പം കൂടുതലായിട്ടും കുറച്ചായിട്ടും കട്ട് ചെയ്യാം. കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം കുറവ് മതി. വലിപ്പം കൂട്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ ഒരു സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ മൊരിഞ്ഞ് വരിക. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം. ഒരു 3-3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുകൊക്കെ കൂടുതൽ ചേർത്താലേ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കുമ്പോൾ ആ കടുകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോവും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ ഇതുപോലൊരു പരന്ന പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് സ്പ്രെഡ് ചെയ്തിടാൻ പറ്റുന്നത് ഇതുപോലെ പരന്ന പാനിലാണ്. അപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. വലിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേഗം തന്നെ പുറം മൊരിഞ്ഞ് വരും, ഇൻസൈഡ് കുക്കായി വരില്ല. അതുകൊണ്ടാണ് ചെറിയ ബർണറിൽ വെക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. അതിനുശേഷം ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ സവോളയും ഈക്വലായിട്ട് എടുത്താൽ ഈ ഒരു മെഴുക്കുരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സൈഡൊന്ന് കുക്കായി തുടങ്ങട്ടെ. നന്നായിട്ട് കുക്കായി വരില്ല കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ആയി. ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് സവോള ചേർക്കാം. സവോളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇപ്പോഴേ നമ്മൾ ഉപ്പ് ചേർത്താലേ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് പിടിച്ചു വരുള്ളൂ. ഇതെല്ലാം ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുക്കായില്ലെങ്കിൽ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കേണ്ടി വരും. ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം എപ്പോഴും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കണം. ഇതുപോലെ ഇരിക്കട്ടെ. 5 മിനിറ്റിനിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോരുത്, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി, അധികം വേണ്ട. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതും 1/4 ടീസ്പൂൺ ചേർക്കാം. നിങ്ങൾ മുഴുവനായിട്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർത്തോളൂ. ഞാനിപ്പോൾ 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് മുളകിൻ്റെ അളവൊക്കെ തീരുമാനിക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. എരിവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് കുക്കാവുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കാം, ഇടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിനൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ കാണാൻ ഇത്രയും ഭംഗി വരില്ല. മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്ത് തന്നെ വയ്ക്കാം. അതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിഭാഗത്തുള്ളതൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് പൊടികളൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഞാനപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കേട്ടോ. എരിവ് ചെക്ക് ചെയ്തപ്പോൾ എരിവും കുറവായിരുന്നു, അതുപോലെ കളറും കുറവായിരുന്നു. അതുകൊണ്ട് 1/4 ടീസ്പൂണും കൂടി എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 1/2 ടീസ്പൂണാണ് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്താലേ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിച്ച് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. 1/4 ടീസ്പൂണാണ് ആദ്യം ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാനുള്ളൊരു ഗരം മസാലപ്പൊടി ചേർക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലേവറിനായിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റും കൂടി ഇരുന്ന് കുക്കാവട്ടെ. ടോട്ടൽ ഒരു 18 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പീസുകൾ കുക്കായി കിട്ടും. ഇതിലും വലുതായിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ 20-22 മിനിറ്റ് വരെ കട്ട് ചെയ്യേണ്ടി വരും. 20-22 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 20 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. നമുക്കൊരു 15 മിനിറ്റ് മതിയാവും കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതുണ്ടോ, ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ട്. എങ്കിലും ഞാനൊരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒന്നുകൂടി ഒന്ന് ആ ഗരം മസാലയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒന്നുകൂടി ഗരം മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു വരട്ടെ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിച്ചോസിൻ്റെ സൗണ്ട് എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് 1-2 മിസ്റ്റേക്കുകൾ വന്നത്. കിച്ചോസിൻ്റെ സംസാരം ഇത്തിരി സൗണ്ട് കൂടുതലാണ് ഇന്ന്. അപ്പോൾ സവോളയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് ഇതുപോലെ ആക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. ഇത്രയും സമയം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടിട്ടാണ് അടച്ചു വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ആക്കിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. നമുക്ക് വീണ്ടും തുറക്കാം. ഇതിങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നിങ്ങളിൽ പലർക്കും അറിയാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ വെളിച്ചെണ്ണ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ ആ ഫ്രഷ് സ്മെല്ലൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു വരട്ടെ. നമുക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഉരുളക്കിഴങ്ങ് ഓവറായിട്ട് മൊരിഞ്ഞ് വരില്ല,
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കായതാണല്ലോ, അപ്പോൾ ഓവറായിട്ട് മൊരിഞ്ഞു വരില്ല. ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി അല്ലേ ഉരുളക്കിഴങ്ങ്? ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇനി സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് മൊരിച്ചെടുക്കാം. ചെറിയ ബർണറിൽ തന്നെ ആയിരിക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവൊക്കെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കിനി എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങൊക്കെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്, അത്രയും കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ ചപ്പാത്തിയുടെ കൂടെയാണോ ഏതിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും ഇതുപോലെ ഈസി ആയിട്ടുള്ള കുക്കിങ്ങൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി അല്ലേ, ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പികളാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ എന്തിൻ്റെയൊക്കെ കൂടെയാണ് ട്രൈ ചെയ്യാറുള്ളതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിത് ചോറിൻ്റെ കൂടെയാണെങ്കിൽ നല്ല തൈരും ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്ന കറികളാണ്. വേറെ ഒന്നും വേണ്ട, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി മാത്രം കൂട്ടി കഴിക്കാം. പിന്നെ തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോമ്പിനേഷൻസൊക്കെ ഉണ്ടോയെന്നൊന്ന് പറയണേ. അതുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് പ്രത്യേകം പറയുകയാണ്, എല്ലാ ദിവസവും പറയാറുള്ളതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.